ഞാനൊരു നാടൻ മീൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കരിമീൻ തിളപ്പിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാതെ വെക്കുന്ന കറിക്കാണ് തിളപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ കരിമീൻ തിളപ്പിച്ചത് റെഡിയാക്കാനായിട്ട് ഞാൻ 1/2 കിലോ കരിമീൻ നല്ല വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 2 തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ വേണം. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഞാൻ നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറ് കിട്ടാനായിട്ട്. പിന്നെ നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഈ കറിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അപ്പം മല്ലിപ്പൊടി ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചിട്ട് ചേർക്കുന്നത്. സാധാരണ മീൻ കറിക്ക് നല്ല ചാറിനൊക്കെ നല്ല കട്ടി കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അരച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ല കൊഴുപ്പോട് കൂടിയുള്ള ചാറ് കിട്ടും. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കണം, ലൂസാക്കിയിട്ട് അരച്ചെടുക്കണ്ട. ഈ രീതിയിൽ അരച്ചെടുത്താൽ മതി. 2 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ആ മീനിൻ്റെ ഉളുമ്പ് ചുവയൊന്നും ഉണ്ടാവുകയില്ല, കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉലുവയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 1 മിനിറ്റെങ്കിലും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉലുവ മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം ഇരിക്കട്ടെ നമ്മുടെ കറിക്ക്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് എണ്ണ തിരിയുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇത് ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ വഴറ്റിയിട്ട് അത്യാവശ്യം നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയുടെ കഷ്ണങ്ങളും ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം അരപ്പ് മൂപ്പിച്ചതിന് ശേഷം വീണ്ടും കുടംപുളിയും ആ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ചാറിന് നല്ല കട്ടിയുള്ള കുറുകിയ ചാറ് കിട്ടും നമുക്ക്. അപ്പോൾ അതൊരു ടിപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ കുടംപുള്ളി വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ കരിമീൻ തിളപ്പിച്ചതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടുതൽ യൂസ് ചെയ്യരുത്. വെള്ളം കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചാറിന് ഒട്ടും കട്ടി ഉണ്ടാവില്ല. അപ്പോൾ കരിമീൻ തിളപ്പിച്ചതൊക്കെ ആവുമ്പോൾ കുറച്ച് വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളി വഴറ്റുമ്പോഴല്ല ചേർത്ത് കൊടുക്കുന്നത്, ഇങ്ങനെ തിളച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്താലും നല്ല കൊഴുപ്പായിരിക്കുള്ളൂ കറിക്ക്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കരിമീനാകുമ്പോൾ അധികം വേവില്ലാത്ത മീനാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കറി വേഗം റെഡിയാകും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കരിമീൻ ചേർത്ത് കൊടുക്കാം. കരിമീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കാനായിട്ട് പാടില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് മാത്രം കൊടുത്താൽ മതി.
കയ്യിൽ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചുറ്റിച്ച് കൊടുക്കാനായിട്ട് പറയുന്നത്. കരിമീൻ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തോട്ടും ആ ചാറൊക്കെ വരാനായിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കറി റെഡിയാവും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി അത്യാവശ്യം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞിട്ട് നന്നായിട്ട് കുറുകി വരും. ഇതുപോലെ മീൻകറിയൊക്കെ വെച്ചാൽ അപ്പം തന്നെ യൂസ് ചെയ്യരുത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ യൂസ് ചെയ്യണമായിരിക്കുള്ളൂ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടണത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കരിമീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കരിമീൻ തിളപ്പിച്ചതാണിത്. അപ്പോൾ ഇനി മീൻകറി വെക്കുമ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ ഒരു മീൻകറി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്, ഗ്യാരണ്ടി ഡിഷാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്